ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. AZB അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ LDC ടോപ്പിക് കാര്യങ്ങളൊന്നുമല്ല. എന്താണ് LDC നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ എന്നാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? LDC നമുക്ക് 2023 നോട്ടിഫിക്കേഷൻ വന്നു. ആൻഡ് ദെൻ ഇപ്പോൾ 2024 നിങ്ങൾക്കറിയാം എക്സാം നടക്കുകയാണ് അല്ലേ. എക്സാം ഇപ്പോൾ നമുക്ക് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സാം ഒരു ജേണിയിൽ നിങ്ങൾ എവിടം വരെ എത്തി, ഓക്കെ, നിങ്ങൾ ഏത് പൊസിഷനിൽ എത്തി എന്നാണ് അറിയേണ്ടത്. അപ്പം നമ്മൾ സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കണം അല്ലേ. നമ്മൾ പഠിച്ച് തീരാറായോ, ആൻഡ് ദെൻ നമ്മൾ റിവിഷൻ തുടങ്ങിയോ, അതുമല്ലെങ്കിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയോ, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇത്രയും വലിയൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട് അത് യൂസ് ചെയ്യാത്തവരായിട്ടിരിക്കുന്നത് ശരിയാണോ? അല്ല അല്ലേ. അപ്പൊ ജോലി ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതും സർക്കാർ ജോലി. അപ്പൊ ആ ഒരു ജോലി കിട്ടാനുള്ള അല്ലെങ്കിൽ അതിനൊരു ട്രൈ ആയിട്ട് ഒരു നമ്മളുടെ ബെസ്റ്റ് കൊടുക്കേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മളുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ കൺഫർമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ട്രിവാൻഡ്രം കൺഫർമേഷൻ കഴിഞ്ഞു. ആൻഡ് ദെൻ കൊല്ലവും അതുപോലെ തന്നെ എന്താണ് കണ്ണൂരും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം കാണുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ്. കൺഫർമേഷൻ കൊടുത്തിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും കൊടുക്കണം. 23-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നെക്സ്റ്റ് മന്തും കൂടി ഉണ്ട് അല്ലേ, 11/6 വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നിനും ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട കാര്യമില്ല അല്ലേ. നമ്മൾ ഒന്നിന്റെയും അവസാനത്തിലേക്ക് എത്തേണ്ടവരല്ല, നമ്മൾ എല്ലാത്തിന്റെയും ആദ്യങ്ങളിൽ എത്തേണ്ടവരാണ്. ആദ്യ പടികളിൽ നമ്മൾ ചവിട്ടി കഴിയണം. അപ്പം കൺഫർമേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു ഫസ്റ്റ് പടിയാണ് അല്ലേ. നമ്മൾ ആ ഒരു എക്സാം മിസ്സാക്കുന്നില്ല, നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ആ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെല്ലാവരും കൊടുത്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ആദ്യ ദിവസങ്ങളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ നോക്കി, പക്ഷെ സൈറ്റ് ബ്ലോക്ക് ആയിരുന്നു. നമുക്ക് ഒരുപാട് കുട്ടികൾ നമ്മളെ വിളിച്ചു, എന്താണ് മിസ് ചെയ്ത് നമുക്ക് പറ്റുന്നില്ലല്ലോ, ഇങ്ങനെ നമുക്ക് ഒരുപാട് കോളുകൾ വന്നു. ഫസ്റ്റ് ഡേയുടെ ഒരു എന്താണ് ക്ലാഷ് കൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇപ്പോ അതായത് നിലവിൽ ഇന്ന് മുതൽ സൈറ്റിന് ഒരു ബ്ലോക്കും ഇല്ല. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? കയറി കൺഫർമേഷൻ കൊടുക്കാം. ഫസ്റ്റ് ഡേ പരിശ്രമിച്ചവർ ചിലവർ എന്ത് ചെയ്യും? ഇനി ഡേറ്റ് ഉണ്ടല്ലോ, നെക്സ്റ്റ് മന്ത് വരെ ഉണ്ടല്ലോ എന്ന് നീക്കി വെക്കരുത്. ഇതുവരെയും ചെയ്യാത്തവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? കൺഫർമേഷൻ കൊടുക്കുക. കിട്ടിയോ? ഓക്കെ അല്ലേ. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എന്ത് പഠിച്ചു. സിലബസ് ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. സിലബസ് ഒക്കെ നമ്മൾ പഠിച്ചോ? ആ സിലബസ് പഠിച്ചാലല്ലേ നമുക്ക് ജോലി കിട്ടൂ. അപ്പൊ ഇനി ഇതുവരെയും പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടി നമ്മൾ പറയാണ്, ആ ഒരു സിലബസിനെ നമുക്കൊന്ന് ചുരുക്കാം അല്ലേ. ആ സിലബസിനെ നമുക്കൊന്ന് ചുരുക്കി പഠിക്കാം. ഇത്രയും വൈഡായിട്ട് അല്ലെങ്കിൽ അത് പഠിച്ച് തുടങ്ങാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാം? നമുക്ക് പഠിച്ച് ഇനിയും ആരംഭിക്കാം. നമുക്ക് മുന്നിൽ ഇനിയും 60 ദിനങ്ങൾ. പോയത് പോകട്ടെ, ഇനി വരാനിരിക്കുന്ന 2 മാസം, ഇനി വരാനിരിക്കുന്ന 60 ദിവസം, അങ്ങനെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പൊ 60 ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ചുരുക്കി ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി അറിയാം എത്രയാണ്. ഇനി 60 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 60 ദിവസങ്ങൾ ഉണ്ട്, മാത്രമേ ഉള്ളൂ എന്ന് മാറ്റി നമ്മൾ എങ്ങനെ പറയണം? 60 ദിവസങ്ങൾ ഉണ്ട്. അപ്പൊ 60 ദിവസങ്ങൾ നമുക്ക് എന്തുണ്ട്? ഇനി ഉണ്ട്. 60 ദിവസങ്ങൾ നമുക്ക് ഉണ്ട്. ആ 60 ദിവസങ്ങൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നമ്മൾ പഠിക്കണം നമുക്ക് നോക്കാം. ഓൾറെഡി സിലബസ് അല്ലെ, സിലബസ് ഉണ്ടായിരുന്നു. അത് എന്ന് പറയുന്നത് എന്താണ്? പൊതുവിജ്ഞാനം 50 മാർക്കോളം പൊതുവിജ്ഞാനമുണ്ട്. ആൻഡ് ദെൻ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കുണ്ട്. ആൻഡ് ദെൻ ഗണിതം എന്ന് പറയുന്നത് അല്ലെ, മാത്സ് പോർഷൻ, അത് 10 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്. ആൻഡ് ഓൾസോ പ്രാദേശിക ഭാഷ മലയാളം 10 മാർക്ക്. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. അപ്പൊ അത് നമുക്ക് കുറെ കാര്യങ്ങൾ ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം തീർക്കാൻ നോക്കാം അല്ലേ. നമ്മളുടെ 60 ദിവസത്തെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം. അപ്പൊ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. നമുക്കൊന്ന് നോക്കി വരാം. അപ്പൊ പൊതുവിജ്ഞാനം മുഴുവനായി 50 മാർക്കുകളാണ് നമുക്ക് തരുന്നത്. നോക്കാം. നമുക്ക് ചരിത്രം പോർഷനിൽ നമ്മൾ ഒരിക്കലും വിട്ടു കളയാൻ പാടില്ലാത്ത കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കേരളത്തിന്റെ യൂറോപ്യന്മാരുടെ വരവ്, അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ ചരിത്രം, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, എന്തൊഴിവാക്കിയാലും ഇവ ഒഴിവാക്കരുത്. എന്തൊഴിവാക്കിയാലും ഇവ ഒഴിവാക്കരുത്.
ഓക്കെ അല്ലേ? ആൻഡ് ദെൻ ചരിത്രം, ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിലോ രാഷ്ട്രീയ ചരിത്രം, അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, വർത്തമാന പത്രങ്ങൾ, ഇവയെ നമ്മൾ വിട്ടുകളയരുത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ നമുക്ക് ലോകം ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിപ്ലവങ്ങളെല്ലാം നമ്മൾ ഒന്ന് വായിച്ചു പോകണം. ഓക്കെ, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംഘടനകളും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കാൻ പാടില്ലാത്ത ഇനിയുള്ള 60 ദിവസങ്ങളിൽ മാക്സിമം നമുക്ക് ചരിത്രത്തിൽ നിന്ന് എങ്ങനെ മാർക്ക് നേടാം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവ ഒഴിവാക്കരുത്. 5 മാർക്കാണ്. 5 മാർക്കിൽ ഇതെങ്കിലും ഒഴിവാക്കാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. കിട്ടിയോ? അപ്പൊ അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഇനി ഭൂമിശാസ്ത്രത്തിന്റെ കേസ് ആണെങ്കിലോ, ഭൂമിയുടെ ഘടന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്തരീക്ഷം, കാറ്റ്, ഋതുക്കൾ, മഹാസമുദ്രങ്ങൾ നോട്ട് ചെയ്തേ പറ്റൂ. ഓക്കെ അല്ലേ? നോട്ട് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇന്ത്യ ആണെങ്കിലോ ഭൂപ്രകൃതി, നദികൾ, ഉത്തരമഹാസമതലം, അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഗതാഗത സംവിധാനങ്ങൾ. ആൻഡ് ദെൻ ഈ കേരളത്തിന്റെ കേസിൽ വന്നു കഴിഞ്ഞാലും അവിടെയും നമ്മൾ ഭൂപ്രകൃതി പഠിക്കണം കേട്ടോ. ഭൂപ്രകൃതി പഠിച്ചേ പറ്റൂ. നദിയും കാലാവസ്ഥയും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ കണക്കാക്കണം. ഓക്കെ അല്ലേ? അവിടെയും ഇതേ പാറ്റേൺ 5 മാർക്കാണ്. അപ്പോ നമ്മള് ചെറുതാക്കിയ അല്ലെ നമുക്കിനിയുള്ള 60 ദിവസങ്ങളിലേക്ക് ചുരുക്കിയതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചുരുക്കിയ സിലബസ് ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ധനതത്വശാസ്ത്രമാണ്. അതും 5 മാർക്കാണ്. അതിൽ ഒഴിവാക്കാൻ പാടില്ലാത്തത് ഏതൊക്കെയാണ്? നമ്മൾ മെയിൻ ആയിട്ട് ഇനിയുള്ള 60 ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്തിരിക്കണം. ഏതൊക്കെയാണ്? പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ആൻഡ് ദെൻ കാർഷിക വിളകളും അതുപോലെ തന്നെ ധാതുക്കളും എല്ലാം എന്താണ്? ധനതത്വശാസ്ത്രത്തിലാണ്. അതിൽ നമ്മൾ ഈ വിളകളുടെ കേസ് പറയുമ്പോൾ അവിടെ ഹരിത വിപ്ലവം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഹരിത വിപ്ലവം സിലബസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിളകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹരിത വിപ്ലവം കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ ഇന്ത്യൻ ഭരണഘടന നോക്കിക്കേ, 5 മാർക്കാണ്. ഭരണഘടനാ ഭേദഗതികൾ ഒന്നും ഒഴിവാക്കരുത്. ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതൊന്ന് മറിച്ച് നോക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ. സോ അതിനെ ഒന്ന് സ്ട്രെസ് ചെയ്യുക. ആമുഖം, പൗരത്വം, പഞ്ചായത്തി രാജ്, അതുപോലെ തന്നെ ലിസ്റ്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ്, അങ്ങനെ ലിസ്റ്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വളരെ കുറച്ച് കാര്യമേ ഉള്ളൂ, പക്ഷെ അതിന്റെ അതൊന്ന് ചോദ്യം ചോദിക്കാം. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യരുത്? ഒഴിവാക്കരുത്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ കേരളം എടുക്കുകയാണെങ്കിലോ ഭരണവും ഭരണ സംവിധാനങ്ങളും പഠിച്ചിരിക്കണം. 5 മാർക്കാണ്. ഭരണവും ഭരണ സംവിധാനവും 5 മാർക്കാണ്. വിട്ടുകളയരുത്. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കാണ്. നമ്മൾ GS ജനറൽ സയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും പോർഷനിലാണ് 6 മാർക്കോളം വരുന്നത്. ഓക്കെ. ആൻഡ് ദെൻ കെമിസ്ട്രി, ഫിസിക്സ് 3 മാർക്കുകൾ വെച്ചാണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. രോഗങ്ങൾ, രോഗകാരികൾ ഇമ്പോർട്ടന്റ് ആണ്. രോഗകാരികൾ, വൈറ്റമിൻസും അതുപോലെ തന്നെ വൈറ്റമിൻസിന്റെ അപര്യാപ്തത രോഗങ്ങളും. വൈറ്റമിൻ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചേർത്ത് തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് എന്ത് ചെയ്യരുത്? ഒഴിവാക്കാൻ പാടില്ല. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ 2 മാർക്ക് ഉറപ്പാണ്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് അല്ലെ, വളരെ കുറച്ച്, അതിൽ നിന്ന് അപ്പുറം വരാനില്ല. അപ്പൊ അത് പഠിച്ചാൽ 2 മാർക്ക് ഉറപ്പ്. നമ്മൾ അത് പാഴാക്കി കളയണോ? പാടില്ല, പഠിച്ചേ പറ്റൂ. ഓക്കെ. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദെൻ മനുഷ്യ ശരീരം, പൊതു അറിവുകൾ, അതായത് വൃക്ക, ഹൃദയം, കരൾ, ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്തുമായാലും നോക്കാതെ പോകാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നെക്സ്റ്റ് നോക്കിക്കേ. അടുത്ത നമ്മൾ ഭൗതിക ശാസ്ത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നോക്കാം. യൂണിറ്റ്, അളവുകള്, തോതുകള് വിട്ടുകളയരുത്, പഠിക്കണം. ഓക്കെ. ആൻഡ് ദെൻ ചലനം, പ്രകാശം, ശബ്ദം, അതുപോലെ തന്നെ എന്താണ് താപം, പ്രവൃത്തി, ഇതെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രകാശത്തിന്റെ കേസ് പഠിക്കുമ്പോൾ ലെൻസുകൾ ഒഴിവാക്കരുത്. ലെൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻസ് നോക്കണം. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നമ്മുടെ സിലബസിൽ ഇക്വേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എടുത്തു പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ. ആൻഡ് ദെൻ രസതന്ത്രം എടുക്കുകയാണെങ്കിലോ നോക്കാം നമുക്ക്. ആറ്റം, മൂലകങ്ങൾ, ലോഹങ്ങൾ, ആസിഡ്, ആൽക്കലി, ആൻഡ് ദെൻ pH 3 മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 സെക്ഷനിൽ നിന്ന് 6 മാർക്ക് കിട്ടുന്നു. ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും കൂടി. നമ്മൾ ഈ സ്ട്രെസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഇതിൽ നിന്നൊന്നും മാറ്റിവെക്കാൻ നിൽക്കരുത്. 60 ദിവസങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി, വളരെ ഭംഗിയായി പഠിച്ചു മാറാനുള്ള സമയമുണ്ട്. ഓക്കെ. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ
കല, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കലാകാരന്മാരെ കുറിച്ച്, then അവരുടെ ജന്മസ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കായികം എടുക്കുവാണെങ്കിൽ ഒളിമ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് പോകണം. ആൻഡ് സാഹിത്യമാണെങ്കിലും സാഹിത്യത്തിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകൾ, പുസ്തകങ്ങൾ, അതെല്ലാം നോട്ട് ചെയ്യണം. ആൻഡ് ദെൻ സംസ്കാരം, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, 5 മാർക്കാണ് കിട്ടുന്നത്. ആൻഡ് ദെൻ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്കാണ്. പക്ഷേ വളരെ ചെറിയൊരു സിലബസ് ആണ്. അത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല. 3 മാർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. മനസ്സിലായോ? 3 മാർക്കേ ഉള്ളൂ, പക്ഷേ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. 5 കാര്യങ്ങൾ മാത്രമേ എൻ്റെ അത് സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. 5 കാര്യങ്ങൾ പഠിച്ചാൽ 3 മാർക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇന്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ 3 മാർക്ക് നമുക്ക് സ്വന്തം. പഠിക്കണം. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ. സുപ്രധാന നിയമങ്ങൾ അറിഞ്ഞിരിക്കണം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, പോസ്കോ, ആൻഡ് ദെൻ ദുർബല വിഭാഗം എന്നിവർക്കുള്ള വേണ്ടിയുള്ള നിയമങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്തിരിക്കണം. അത് എന്താണ്, വളരെ വലിയ ഒരു പോർഷൻ ഒന്നും അല്ല, നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നത് തന്നെയാണ്. അവിടെ നിന്നും നമുക്ക് ലഭിക്കും 5 മാർക്ക്. ഓക്കെ, അപ്പോ ഇതുവരെയും പോയ സമയങ്ങൾ പോകട്ടെ. ഇനിയുള്ള 60 ദിനങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാൻ പറ്റും? ഓക്കെ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇതുവരെയും ഞാൻ ഒന്നും തൊട്ടിട്ടില്ല, പക്ഷെ എനിക്ക് LDC വേണമായിരുന്നു എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ദ നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ആനുകാലിക വിഷയങ്ങൾ നോക്കിക്കേ. കറണ്ട് അഫയേഴ്സ് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്. നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം അല്ലേ? നമ്മൾ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. ഈ 20 മാർക്ക് ഒരു നന്നായിട്ട് ഒരു അത്യാവശ്യം മാർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് ആ 20 മാർക്ക് ഒന്ന് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമുള്ള. എപ്പോഴും ഫോണും കാര്യങ്ങളും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നവരാണ്. ആ കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക, നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് കൊടുത്തോ. 20 മാർക്കാണ് അല്ലേ? ദെൻ മാത്സ് ആണ്. മാത്സ് എന്താണ്? 10 മാർക്കാണ്. 10 മാർക്ക്. അതും ഇതുപോലെ ചോദ്യം ഇന്ന ഭാഗത്ത് നിന്ന് വരും എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. ആ ഭാഗം പഠിച്ചാൽ ആ 10 മാർക്ക് നമുക്ക് കിട്ടും അല്ലേ? അതിന് വേണ്ടിയിട്ട് കുറച്ച് എന്ത് ചെയ്യണം? വർക്കൗട്ടുകൾ ചെയ്യണം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ആ 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ദെൻ ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കാണ്. പ്രാദേശിക ഭാഷ 10 മാർക്കാണ്. ഇങ്ങനെ നമുക്കൊന്ന് ചുരുക്കിയെടുത്താൽ 60 ദിനം കൊണ്ട് പഠിക്കാവുന്ന ഒരു സിലബസ് ആക്കി മാറ്റാം ചുരുക്കിയെടുക്കുമ്പോൾ. അപ്പൊ ഇതെങ്കിലും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായി വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കാം? ഈ LDC നിങ്ങൾക്കും കൂടിയുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിലോ നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ആലോചിച്ചോണം. ഈ ഒരു എന്താണ് 2023 നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ ജോയിനിങ് ആകുമ്പോഴത്തേന് ഏതാണ്ട് 2009 ആവും. അപ്പൊ ഇത്രയും വർഷം ഇത് കിട്ടാത്തവർക്ക് ഇത്രയും വർഷങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ? പിന്നെ വിളിച്ച് എഴുതി എത്ര വർഷങ്ങൾ നമുക്ക് പോകും? നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുത്താൻ വർഷങ്ങളുണ്ടോ? ഇല്ല. നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നേടിയെടുക്കാൻ പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഞങ്ങൾ നിങ്ങളോട് കൂടി തന്നെയുണ്ട്. ഈ ഒരു സിലബസ് പാറ്റേൺ പഠിക്കാൻ, അതായത് നമ്മൾ ഈ ചുരുക്കിയ പാറ്റേൺ എങ്കിലും ഞാൻ ഉറപ്പായിട്ടും കവർ ചെയ്യും, എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് ജോലി നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അത് ഞങ്ങളുടെ ഒരു ഉറപ്പാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? AZB അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. നമ്മളുടെ ക്രാഷ് കോഴ്സ്, നമ്മളിപ്പോൾ ഈ ഫോക്കസ് ചെയ്ത 60 days എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ കൂടി ലക്ഷ്യമായി മാറും. നിങ്ങൾ ഞങ്ങളോട് ജോയിൻ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ജോലി ലഭിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ കയറ്റുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമായിട്ട് മാറും? ഞങ്ങളുടേതും കൂടിയായി മാറും. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും. ഈ 60 ദിനങ്ങൾ ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടിയുള്ളതാകും. അപ്പോൾ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ജോലി വേണമെന്ന് താല്പര്യമുള്ളവരാണ്, ഇതുവരെയും എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരാണ് എങ്കിൽ, ഇനി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. എനി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും, സിലബസ് ബേസ്ഡ് ആണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സാറ് നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിലിംഗ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും നഷ്ടപ്പെടുത്തിയ ദിനങ്ങളെ ഓർത്ത് പരിതപിക്കാൻ വന്നതല്ല, ഇനി പരിതപിക്കണം എന്ന് പറയാനും വന്നതല്ല.
ഇനിയുള്ള 60 ദിവസങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഉപയോഗപ്പെടുത്തണം, ഈ 60 ദിവസം കൊണ്ട് എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരണം എന്ന് പറയാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്കും കഴിയും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു തുടങ്ങുക. അതിന് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടും. എൻ്റെ ആശംസകൾ.